കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വർഷം ആരംഭം മുതൽ, വാസ്തവത്തിൽ ആരംഭം മുതലല്ല, കഴിഞ്ഞ വർഷം അവസാനം മുതൽ തന്നെ, നവംബർ ഡിസംബർ മുതൽ തന്നെ we are seeing something amazing happen. ഞങ്ങളുടെ ഉള്ളിൽ I am so excited because പരിശുദ്ധാത്മാവിൻ്റെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള പ്രവർത്തനം ദർശിക്കാൻ, വിറ്റ്നസിങ് ആൻഡ് ഓൾസോ സീയിങ് ഇറ്റ് ഹാപ്പൻ. ദ ഹോൾ ചർച്ച്, ഹെവൻലി ഫീസ്റ്റ് ചർച്ച് വേറൊരു ഡൈമെൻഷനിലേക്ക് തന്നെ പോകുന്നത് കാണാൻ സാധിക്കുന്നു. ആൻഡ് വി നോ ഇൻ അവർ സ്പിരിറ്റ് ഇറ്റ് ഈസ് എ ന്യൂ സീസൺ ദാറ്റ് ഈസ് ബിഗിനിങ്. ഈ വർഷത്തെ കിട്ടിയിരിക്കുന്ന വചനവും അങ്ങനെ തന്നെയാണ്. ദാറ്റ് ഐ വിൽ ഡു സംതിങ് വെരി ന്യൂ. ഓരോ ദിവസവും ആ ബിഹോൾഡ് എന്നുള്ള വാക്ക്, ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ കാൺമീന്ന ആ ഒരു വാക്കിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ അമേസിങ്, ഔട്ട്സ്റ്റാൻഡിങ്, അൺകൺസീവബിൾ, എന്നാ പറയുന്നത്, ഷോക്കിംഗ്, ഇതൊക്കെ വാക്ക ബിഹോൾഡ് അങ്ങനെ ആകുന്ന അതുപോലെ അനുഗ്രഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും വ്യക്തി ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും വർഷമായി ഈ 2015. It will be very, very, very blessed year for every one of us, and I really bless you. ഹെവൻലി ഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും നമ്മൾ കണ്ട നിലയിലേക്കാളും ഐ എം അമേസ്ഡ്. ഇത്രയും അധികം കർത്താവ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും എവറിത്തിങ് ഈസ് ഹാപ്പനിങ് വെരി ഗുഡ്. അതിന് നമ്മൾ ഹെവൻലി ഫീസ് എന്ന് പറയുന്നത് 3 ഡയസിസ് ആയിരുന്നു. ടോട്ടൽ 3 ഡയസിസ് ഉണ്ടായിരുന്നുള്ളൂ. അത് വി ഹാവ് മൾട്ടിപ്ലൈഡ് ഇറ്റ് ഇൻ ടു 10 ഡയസിസ്. 10 ഡയസിസായി. 10 ഡയസിയൻ പാസ്റ്റേഴ്സിനെ നമ്മുടെ ഡിസംബർ 31 മീറ്റിങ്ങിന് അനോയിൻറ്റ് ചെയ്തു, ഓർഡെയിൻ ചെയ്തു. ഇറ്റ് വാസ് അമേസിങ്. ഞാൻ വാസ്തവത്തിൽ നന്ദി പറയാം. നിങ്ങൾ ആ പുതുവർഷത്തിന് വേണ്ടി എല്ലാവരും വരാനുള്ളവരെല്ലാം കോട്ടയത്ത് വരികയും എനിക്കൊരു ഫോൺ വന്നു ദുബായിൽ നിന്ന്. അദ്ദേഹത്തിന് 31 ഡിസംബറിൽ മീറ്റിങ്ങിന് വരണം. അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനം പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഹീസ് നോട്ട് എ മെമ്പർ ഓഫ് ഹെവൻലി ഫീസ്റ്റ്. പക്ഷേ തൻ്റെ ഹൃദയത്തിൽ എല്ലാ വർഷവും താൻ ആ മീറ്റിങ്ങിന് വരാറുണ്ട്. സോ ദേ ഗിവ് എൻ അൾട്ടിമേറ്റം. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ലീവ് തരത്തില്ല, വേണം റിസൈൻ ചെയ്ത് ജോലി വേണ്ടെന്ന് വെച്ച് പോയിക്കോ. ആൻഡ് യു നോ വാട്ട് ഹി ഡിഡ്? ഹി റിസൈൻ ജോബ് ആൻഡ് കെയിം. ആൻഡ് ഇതൊക്കെ ഞങ്ങളെ എൻകറേജ് ചെയ്യുന്ന മാത്രമല്ല, ഞങ്ങളെ കുറച്ചുകൂടെ ഓടാനുള്ള ഇന്ധനമായി ഇതൊക്കെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ വിലപ്പെട്ട ത്യാഗങ്ങൾ. ഇറ്റ് ഈസ് ഓൾ മൈൻഡ് ബ്ലോയിങ് റിയലി. ഇത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പം വി ആർ ഫോഴ്സ്ഡ് ടു റൺ ഈവൻ മോർ. സോ 10 ഡയസിസായി ആയിട്ട് വർദ്ധിപ്പിച്ചു. കോട്ടയം ഡയസിസ് ആണ് സെൻട്രൽ ഡയസിസ്. കോട്ടയത്ത് റെവറൻഡ് അഡ്വക്കേറ്റ് സാജൻ ജോൺ, അദ്ദേഹമാണ് അതിൻ്റെ കോട്ടയം ഡയസിസിൻ്റെ പാസ്റ്ററായത്. ട്രിവാൻഡ്രം ഡയസിസിൽ റെവറൻഡ് ജോസി ചാർജ് എടുക്കുക. പത്തനംതിട്ട ഡയസിസിൽ റെവറൻഡ് ബിനു ചാർജ് എടുക്കുന്നു. നോർത്ത് മലബാർ റെവറൻഡ് സജി ചാർജ് എടുക്കുക.
കൊച്ചിൻ ഡയസിസിൽ റെവറൻ എബി ചാർജ് എടുക്കുന്നു. അപ്പോൾ തന്നെ ആലപ്പുഴ ഡയസിസിൽ റെവറൻ പ്രതീഷ് ചാർജ് എടുക്കുക. കൂടാതെ മിഷൻ ഡയസിസ് 3 മിഷൻ ഡയസിസ് റെവറൻ വിനോദ് ജോൺ, റെവറൻ സണ്ണി, റെവറൻ ബിനു, അങ്ങനെ ഹൈ റേഞ്ചിലെ അല്ലെങ്കിൽ ഇടുക്കി അതെല്ലാം ചേർന്ന ഡയസിസ് റെവറൻ നൈനാൻ. നമ്മൾ ഒരു മുന്നേറ്റത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഐ എം എക്സൈറ്റഡ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഉത്സാഹമാണ്. നമ്മളിതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത അളവിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാം. ഹല്ലേലൂയ. പലരും സുവിശേഷം എന്ന് പറയുന്നത് സ്റ്റേജിൽ കാണുന്ന മിന്നുന്ന വിളക്കുകളും ഭയങ്കര ഗ്ലാമർ ആയിരിക്കും, ഇതിൻ്റെ ആ ഗ്ലാമർ വശമായിരിക്കും കാണുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് നെടുവീർപ്പിടുന്നതും കണ്ണീരും പ്രയാസവും യേശുവിൻ്റെ കഷ്ടതയിൽ കൂട്ടുചേരുന്നത് കാണാറില്ല. ആ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മുടെ ശുശ്രൂഷ വലുതാ, പ്രസംഗമല്ല ശുശ്രൂഷ. ആത്മാക്കളെ കരുതുകയും അവരുടെ കാല് കഴുകുകയും ശുശ്രൂഷകരെ ഇന്ന് നമുക്ക് വേണ്ടിയത്, പ്രസംഗിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട. മാത്രമല്ല, പാവങ്ങളെ മറക്കല്ല. അവരുടെ ജീവിതത്തിൽ യേശുവിനെ കൊടുത്തു മാത്രമല്ല, പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ സഭകളിൽ ചെല്ലുമ്പോൾ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അവരുടെ കാല് കഴുകുവാൻ, അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, അല്ല, ക്രിസ്തു നിമിത്തം പ്രാണത്യാഗം ചെയ്യുവാൻ ഒരുങ്ങണം. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love. In death, in life, I'm confident and covered by the power of your great love. My death is spent. അക്കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കാണിച്ചു തന്ന മാതൃകയാണ്. ഞങ്ങൾ താഴുവാൻ, അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് ചെയ്യുവാനും, ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എത്രമാത്രം ഗൗരവമേറിയതാണെന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണം. പ്രിയ സഹോദരന്മാരെ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, മറ്റുള്ളവരുടെ കാല് കഴുകുവാൻ. എത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാലും ഒരു കാര്യം മറക്കരുത്, പാവങ്ങളെ മറക്കരുത്, അവരെ ശുശ്രൂഷിക്കണം. The whole thing, we see something very, very amazing. വാസ്തവത്തിൽ ഐ കനോട്ട് ബിലീവ്. ഞാൻ തിരിഞ്ഞ് 98 ഇതിൻ്റെ ആരംഭം ഓർക്കുമായിരുന്നു. ഒറ്റയ്ക്ക് ട്രാക്റ്റ് കൊടുത്ത് ആരംഭിച്ചു. ഈ 16 വർഷം കൊണ്ട് വാട്ട് ദ ലോർഡ് ഈസ് ഡൂയിങ് ഈസ് അമേസിങ്.
ഇതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ഇൻറ്റിമസി ആൻഡ് ക്ലോസ്നെസ് വിത്ത് ഗോഡ്. 2015 ഈ വർഷം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി a closer walk with Jesus Christ, a very intimate walk with Jesus Christ. പ്രാർത്ഥിക്കണം. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത നിലയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ we will see a new India. കർത്താവ് വാസ്തവത്തിൽ ഭാരതത്തിൽ ഒരു പുതിയ മതത്തിൻ്റെ അല്ല ആവശ്യം, ക്രിസ്ത്യൻ റിലിജൻ്റെ ആവശ്യം ഇന്ത്യയ്ക്കില്ല. ഭാരതത്തിന് ക്രൈസ്തവ മതത്തിൻ്റെ ആവശ്യമില്ല, യേശുവിൻ്റെ ഫലത്തിൻ്റെ ആവശ്യമാണ്. അത് സ്നേഹമാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാലുള്ള കൂട്ടായ്മയിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഇന്നും ഈ ന്യൂ ഇയറിൻ്റെ സർവീസിൽ വാട്ട് ഹാപ്പൻഡ് വാസ് അമേസിങ്. ഈ വർഷം കിട്ടിയ വചനം ഇങ്ങനെയാണ്: ബിഹോൾഡ് ഐ വിൽ ഡു എ ന്യൂ തിങ്, നൗ ഇറ്റ് വിൽ സ്പ്രിങ് ഫോർത്ത്, ഷാൽ യു നോട്ട് നോ ഇറ്റ്, ഐ വിൽ ഈവൻ മേക്ക് എ റോഡ് ഇൻ ദ വിൽഡർനെസ്, എ ന്യൂ തിങ് and now I will do it. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെയാണോ നിങ്ങൾ വിതച്ചത് അത് കൊയ്തെടുക്കുന്ന സമയം. കണ്ണീരോടെ വിതച്ചവർ ആർപ്പോടെ കൊയ്യും. പല പല നിലയിൽ ഒരു പുതുമ ആരോഗ്യത്തിലും സമ്പത്തിലും കുടുംബജീവിതത്തിലും മാത്രമല്ല ക്രൈസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ തന്നെ ഒരു വലിയ ഇൻറ്റിമസിയിലേക്ക് കടക്കുന്ന ഒരു അനുഭവമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഹൃദയങ്ങൾ മാറുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതം. ദ ബിഗ്ഗസ്റ്റ് മിറക്കിൾ ഈസ് വൺ ചേഞ്ചിങ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. അത് കർത്താവിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ വചനത്തിൽ പറഞ്ഞ അന്നാളിൽ ഞാൻ അവർക്കൊരു മാംസഹൃദയം കൊടുക്കും, എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും, എൻ്റെ ചട്ടങ്ങളിൽ അവർ നടക്കുമാറാക്കും. സ്വമേധയെ നടക്കാൻ പറ്റാത്തതും സ്വമേധയെ ഹൃദയത്തിന് രൂപാന്തരം വരുത്താൻ മേലാത്ത സ്ഥലത്ത് യേശു തന്നെ നമ്മുടെ ഹൃദയം മാറ്റി. ഇന്നലെ കൽഹൃദയമായിരുന്നു, ആരെക്കുറിച്ചും എന്തും പറയാമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഹൃദയം വന്നപ്പോൾ നമുക്ക് ആരെയും ഒന്നും പറയാൻ മേല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഒരു വല്ലായ്മയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത a new season where we are going to move in such newness of life, intimacy, more intimacy than 2014, as the time is very, very urgent. And I even will make a road in the wilderness. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അൺസർട്ടൺ ആയിട്ട് നടന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കാട്ടിനകത്ത് തെറ്റി തേടി എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയാൻ മേലാതെ അനിശ്ചിതത്വങ്ങളുടെ അവസാനം ഡയറക്ഷൻ, ക്ലിയർ ഡയറക്ഷൻ ബൈ ദ ഹോളി സ്പിരിറ്റ്, ക്ലിയർ റോഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ 10 മണിക്കൂർ എടുത്ത് ചെയ്തത് ഇന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്യും. കാര്യം ഇറ്റ് വിൽ ബി ഓൾ പ്ലെയിൻ, ഇറ്റ് വിൽ ബി ക്ലിയർ, ആൻഡ് ഇറ്റ് വിൽ ബി ഓൾ വിസ്ഡം ഫ്രം ഗോഡ്. ഇറ്റ് വിൽ ബി വിസ്ഡം ഫ്രം ഗോഡ്. ആൻഡ് ദ ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് വിൽ ഓണർ മീ, ദ ജക്കോൾസ് ആൻഡ് ദി ഓസ്ട്രിച്ച്, which means the righteousness, the standard of righteousness will increase. കുറുക്കന്മാരും ഓസ്ട്രിച്ചും ഇത് രണ്ടും both these animals are cunning and so ആ ടൈപ്പുള്ള ആൾക്കാരിൽ പരിശുദ്ധാത്മാവ് വരുമ്പം there will be righteousness, there will be truth revealed even greater. And because I give waters in the wilderness and rivers in the desert to my people, my chosen one. മരുഭൂമിയിൽ നീരുറവയുണ്ടായി എൻ്റെ ജനത്തിന്, തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ജനത്തിന്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ ദ കോളിംഗ് ഈസ് ഫോർ എവ്രിബഡി. എല്ലാവരെയും കർത്താവ് വിളിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവെ, എൻ്റെ ഹൃദയത്തിൽ വരുന്ന ക്ഷണിക്കുന്നവരാ തിരഞ്ഞെടുക്കപ്പെട്ടവർ. വാട്ട് വി ആർ ഗോയിങ് ടു സീ ഈസ് നമ്മൾ ഈ സാമ്പത്തികമായ ചില ഒരു റിസഷൻ എന്ന് പറയാൻ മേല, എല്ലാ മേഖലകളിലും there will be a സ്റ്റംപിങ് വരും. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ജനത്തെ വളരെ ജയോത്സവമായി നടത്തുന്ന ഒരു അനുഭവമായിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ പീപ്പിൾ whom I have formed for myself, and they shall declare my praise. In all ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു വിസ്മയിക്കുന്ന ഈ വചനം തുടങ്ങിയത് തന്നെ ബിഹോൾഡ് എന്നാണ്. ആൻഡ്
they shall declare my praise. Now, ഇത് ഈ വർഷം now I am going to do it. Now, വചനത്തിലൊക്കെ പല വചനങ്ങൾ 2000-2500 വർഷം പഴയുള്ള വചനമാണ്. പക്ഷേ ആ വചനം നൗ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് റീമ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ വർഷത്തിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് അക്കംപ്ലിഷ്ഡ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്സ്. ദിസ് ഈസ് ഓഫ് കോഴ്സ് പ്രോഫസീസ്, ബട്ട് ദിസ് ഇയർ ഈസ് ഗോയിങ് ടു ബി വെരി വെരി അസ്റ്റൗണ്ടിങ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈസ് എ ഗ്രേറ്റർ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എ ഗ്രേറ്റർ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സോ ഇറ്റ് ഈസ് എ വെരി അമേസിങ് ഇയർ. നമ്മൾ ഈ വർഷത്തെ മെസ്സേജിലേക്ക് നെഹ്റു സ്റ്റേഡിയം വാസ് സോ പാക്ഡ്. ഇറ്റ് വാസ് സോ പാക്ഡ് സ്റ്റേഡിയം ഫ്രം ഗാലറി ടു ഗാലറി. 10 മണിയായപ്പോഴത്തേക്ക് ഇറ്റ് വാസ് പാക്ഡ് ആൻഡ് വി ഹാഡ് ടു ഓൾമോസ്റ്റ് ഷട്ട് ഓൾ ദ ഡോർസ് സോ ദാറ്റ് ബാക്കിയുള്ളവർ വെളിയിലാണ് നിന്നു. And this is the largest gathering in Asia as a New Year service. Plus, ഏറ്റവും വലിയ ഇത്രയും ജനം വന്നതും പോയതും പട്ടണം പോലും അറിയാത്ത പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഡിസിപ്ലിനായിരുന്നു ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ഫാക്ടർ, കർത്താവിൻ്റെ കൃപ. സോ ഓവർ ടു നെഹ്റു സ്റ്റേഡിയം ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഓർ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ന്യൂ ഇയർ സർവീസ്. ഗോഡ് ബ്ലെസ്. 2015 is here when the master is saying, take and serve. ഗാലറിയിൽ മുഴുവൻ മുമ്പിൽ പുറകിൽ വശങ്ങളിൽ ഓരോ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിക്കുക. That this year many of you who are weak in your body will receive such a strength that you will run for Jesus like never before. Through your hands, even your shadows will have miracles. The glory revealed 2015. The Bible says in 1 Peter chapter 1 and in verse 8. അതിന്റെ 1 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Whom having not seen you love. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. Though now you do not see him, yet believing you rejoice with the joy inexpressible, full of glory. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. 2015 is a year of glory revealed. 2015 അത് മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വർഷമത്രേ. The one word that is coming into my heart whenever I open the Bible, when I sit in time of God, one word which is repeating again and again is behold. ഞാൻ എപ്പോഴൊക്കെ വചനം വായിക്കുവാൻ വേദപുസ്തകം തുറക്കുമോ, ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുമോ, അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴായിട്ട് വന്ന് പതിക്കുന്ന ഒരു വാക്കുണ്ട്, കാൺമീൻ. Behold. കാൺമീൻ. 2015 is a year of beholding. 2015 എന്ന് പറയുന്നത് കാണുന്ന ഒരു വർഷമത്രേ. Meaning, behold means amazed. കാൺമീൻ എന്നുള്ള വാക്ക് അത് അത്ഭുതത്തിന്റെ ഒരു വാക്ക്. Behold, I will make you a new threshing sledge with a sharp teeth. കാൺമീൻ, ഞാൻ നിങ്ങളെ മൂർച്ചയേറിയ പല്ലുകളുള്ള ഒരു വലിയ മെതിവണ്ടിയാക്കും. 2015 you will be amazed. Number 1 in finance, number 2 in the spiritual growth, number 3 wherever you were barren, something amazing is going to happen when you will shout and say, behold. 2015 നിങ്ങൾ അത്ഭുതപ്പെടാൻ പോവുകയാണ്. ഒന്നാമത് നിങ്ങളുടെ സാമ്പത്തിക വശം, രണ്ടാമത് നിങ്ങളുടെ ആത്മീയ വശം, മൂന്നാമത് നിങ്ങളുടെ മേലുള്ള സകല വന്ധ്യതകളുടെയും മേൽ അതിന്റെ അവസാനത്തിന്റെ കണ്ടുകൊണ്ട് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കും. കാൺമീൻ എന്ന് പറയും.
I want to tell you something. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, That your plan നിങ്ങളുടെ പദ്ധതി is too small. അത് വളരെ ചെറുതാ. God is going to abound His grace upon you, that you will have all sufficiency in a way that you will be amazed. That is the revealing of the glory of God. ദൈവം നിങ്ങളുടെ മേൽ തന്റെ കൃപ പെരുക്കുവാൻ പോവുകയാ. അപ്പോൾ ആ സമൃദ്ധി കണ്ട് നിങ്ങളുടെ കണ്ണ് തള്ളി നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വർഷം അതത്രേ ഇത്. I want to tell you that we are standing in a place where all the prophets which had prophesied is becoming accomplished. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നാം നിൽക്കുന്ന ഈ സ്ഥലം ഒരുപാട് പ്രവാചകന്മാർ വന്ന് അവർ പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. Jeremiah said there will be a return of a nation before the coming of the Lord. യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, കർത്താവിന്റെ വരവിന് മുമ്പായി ഒരു ജാതി, ഒരു രാജ്യം തന്നെ മടങ്ങി വരാൻ പോവുകയാണ്. What we are seeing today with my own eyes, I want to tell you, there nations from the nations, the God is calling back Israel back into position. ഇന്ന് ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു സത്യം പറയാം. ദൈവം ഇസ്രായേൽ രാജ്യത്തെ പല ദേശങ്ങളിൽ ചിതറിപ്പാർക്കുന്നിടത്തു നിന്ന് അവരെ തന്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുത്തുന്നു. I myself was a witness of it. ഞാൻ അതിന് സ്വയമായി സാക്ഷിയായത്. The Bible says, വേദപുസ്തകം പറയുന്നു, if the falling of Israel was our salvation, the return will be resurrection from the dead. ഇസ്രായേലിന്റെ വീഴ്ച നമ്മുടെ രക്ഷയാകുന്നുവെങ്കിൽ അവരുടെ മടങ്ങി വരവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പെന്നല്ലാതെ എന്തു പറയും? That means the church is going to experience such a resurrection power, such a glory, that I want to guarantee that you who say, I will not preach the gospel, through your hands, even your shadows will have miracles. The glory revealed 2015. അതിന്റെ അർത്ഥം സഭ വലിയൊരു ഉണർവ് കാണാൻ പോവുകയാണ്. ഇന്ന് ഞാൻ സുവിശേഷം പറയത്തില്ല, എനിക്കതിന് കഴിവില്ല എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് പോലും ആ വ്യക്തിയുടെ കയ്യാൽ, ആ വ്യക്തിയുടെ നിഴലടിക്കുമ്പോൾ പോലും രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന വലിയൊരു കാലഘട്ടത്തിലേക്ക് സഭ മാറുകയാണ്. Might be you have decided, no, I will not preach the gospel. ഇനി ഞാൻ സുവിശേഷം ഒന്നും പ്രസംഗിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ. I don't know how to preach. എങ്ങനെ പ്രസംഗിക്കണം എനിക്ക് അറിയില്ലല്ലോ. I don't know how to speak. എങ്ങനെ സംസാരിക്കണമെന്ന് പോലും എനിക്കറിയില്ല. I want to tell you, എന്നാൽ ഇന്ന് പറയട്ടെ, these days you are going to see something. ഈ നാളുകളിൽ നിങ്ങൾ ചിലത് കാണാൻ പോകുകയാണ്. You will be standing on the bus stop, നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരിക്കും. and there might be a lame person who is next to you. നിങ്ങളുടെ അരികിൽ ഒരു മുടന്തനായ വ്യക്തി ഉണ്ടാകാം. You don't want to pray for him, you don't want to speak to him, ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാനോ അങ്ങേരോടൊന്ന് സംസാരിപ്പാൻ പോലും നിങ്ങൾക്ക് മനസ്സിലാകാം. but the glory inside of you is working. എന്നാൽ നിങ്ങളുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ട തേജസ് അത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. He will leap and say, ആ മുടന്തൻ ചാടി എഴുന്നേറ്റിട്ട് തുള്ളിക്കൊണ്ട് പറയും, till now I was sitting and begging over here. ഇതുവരെ ഞാൻ മുടന്തനായിട്ട് ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. I don't know what happened when this person came. Something came into me, and look, I am jumping. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഈ വ്യക്തി എന്റെ അരികിൽ വന്നപ്പോൾ എന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു. നോക്കിയാട്ടെ, ഞാനിപ്പോൾ തുള്ളിച്ചാടുകയാണ്. You will be forced to say, this is Jesus Christ. അപ്പോൾ നിങ്ങൾ ഇത് യേശുവാണെന്ന് പറയുവാൻ നിങ്ങൾ നിർബന്ധിതനാകും. Isn't it amazing? It is behold. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ പറയാം, I am so excited. Something inside me is really ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ക്യാമറ വഴി അകത്തോട്ട് ഇറ്റ് ഈസ് എക്സൈറ്റിംഗ് ടൈം. കർത്താവ് ചെയ്യാൻ പോകുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇറ്റ് ഈസ് അമേസിങ്. ആൻഡ് ഇതിന് കൂടുതൽ പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യമുണ്ട്. വിസ്മയിക്കുന്ന തലത്തിൽ ബിഹോൾഡായി ഈ വർഷത്തെ ആ ഒരു ഒറ്റ വാക്ക്, ബിഹോൾഡ്. ആ ബിഹോൾഡ് എന്ന് പറയുന്ന വിസ്മയം ഉണ്ടാകുന്നത് നമ്മൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലായിരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത നിലയിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഈ വർഷം വി ആർ എക്സ്പെക്റ്റിംഗ് മൈറ്റി തിങ്സ് ഇൻ ഗോഡ്, എസ്പെഷ്യലി യൗവനക്കാർ. I am inviting you to stand shoulder by shoulder to me. എന്നോട് കൂടെ തോളോട് തോൾ നിന്ന് വലിയ കാര്യങ്ങൾ നമുക്ക്
ഇന്ത്യയ്ക്ക്, ഭാരതത്തിന് യേശുവിൻ്റെ സ്നേഹത്തെ ഒന്ന് കാണിക്കാം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ഇന്ത്യ ഡസ് നോട്ട് നീഡ് അനദർ റിലിജൻ. ഒരു ക്രിസ്ത്യാനിറ്റി എന്ന റിലിജൻ അല്ല ഇന്ത്യയ്ക്ക് ആവശ്യം. പക്ഷേ ആ ക്രിസ്ത്യാനിറ്റിയുടെ ആ ഫലം അഥവാ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഭാരതം കാണേണ്ടത്. യേശുവിൻ്റെ എത്ര വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. എല്ലാവരെയും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു, ആർക്കുമെതിരെ നിങ്ങളുടെ വായിന്ന് ഒരു വാക്ക് വരരുത്, എന്നെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത ഈ ദിവസങ്ങളിൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ ഐ വിൽ ബി ടീച്ചിങ് യു സം തിങ്സ് വിച്ച് ഈസ് the Lord touching us and teaching us into a new dimension where we are going to see the glory of God like never before. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന അങ്ങയുടെ വലിയ ദയയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ജയമുണ്ടല്ലോ. ഈ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവനങ്ങളിൽ അത്യന്ത ദൈവമഹത്വം ഇറങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകൾ മാറട്ടെ, എല്ലാം ഭാരങ്ങൾ മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച റിസ്റ്റോർഡ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണിനകത്ത് അതീവ വേദന, അലർജി, കണ്ണിൻ്റെ കണ്ണീര് ഒഴുകുന്ന ഗ്ലാൻസ് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്സ് ഇട്ട് എന്നാലും തലവേദനയും കണ്ണുവേദനയും ഉണ്ടാകുന്ന വ്യക്തി ആരും എന്നെ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ അത് സൗഖ്യമാകട്ടെ. ആ ടിയർ ഗ്ലാൻഡ് ക്രിയേറ്റഡ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ പിതാവെ അത്ഭുതകരമായി അങ്ങയുടെ വിടുതലിൻ്റെ കരം നീട്ടിയിരിക്കാൻ സ്തുതിക്കുന്നു. ഐ ഗിവ് യു ഗ്ലോറി. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അതീവമായ എക്സൈറ്റ്മെൻറ്റിൽ, ബിഹോൾഡിൽ നമ്മൾ ഈ വർഷം നടത്തട്ടെ. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും ഇറ്റ് വിൽ ബി എക്സൈറ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ ബി ഗ്ലോറിയസ്. നമുക്ക് തുടർന്നും ഈ ദിവസങ്ങളിൽ we will see each other on the TV screen and we will listen to what the Lord has to say. God is awakening, വലിയൊരു awakening എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. And we want to see India with the total love of Jesus Christ. ഭാരതത്തിൽ യേശുവിൻ്റെ സ്നേഹം വർദ്ധിക്കുന്നത് കാണും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. bless you and bless you and bless you. വീണ്ടും കാണും വരെയും കർത്താവ് നന്മകളാൽ നിറയ്ക്കട്ടെ. ആമേൻ. രാജാതിരാജനും കർത്താതികർത്തനും ദേവാദിദേവനുമേ, രാജാതിരാജനും കർത്താതികർത്തനും ദേവാദിദേവനുമേ, യേശുവേ 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 യേശുവേ, സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ 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 യേശുവേ. രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രം